ഹലോ സുഹൃത്തുക്കളെ, ഈ സന്തോഷ് കുളങ്ങര എന്ന് പറഞ്ഞൊരു വ്യക്തിയെ നമ്മൾക്കറിയാം. കേരളത്തിൽ അദ്ദേഹത്തെ മിക്കവാറും എല്ലാവർക്കും അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ഒരുപാട് ലോകത്തിന്റെ പല ഭാഗങ്ങളും കറങ്ങി അവിടുത്തെ സംസ്കാരങ്ങളും അവിടുത്തെ വർണ്ണവിസ്മയങ്ങളൊക്കെ ക്യാമറയിൽ പകർത്തി അതിങ്ങനെ CD ആക്കി ഗ്യാസറ്റായിട്ടൊക്കെ ഇറക്കി നമ്മൾ കണ്ടവരെ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ കറങ്ങി അവിടുത്തെ സംസ്കാരങ്ങളെ കുറിച്ച് ഒരു സമയത്ത് അദ്ദേഹം ഇങ്ങനെ വാഴ്ത്തി പുകഴ്ത്തി പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പൊ ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സംശയമാണ്, ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ദൈവം സ്വർഗത്തിൽ എന്ത് ചെയ്യാനാണ്, എന്ത് കാട്ടാനാണെന്നതാണ്. അപ്പൊ ഇതൊക്കെ മതങ്ങൾ പഠിപ്പിക്കുന്ന മണ്ടത്തരങ്ങളായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടതായത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട്, ഇനി ഇതിനു മുമ്പ് പല പല പോസ്റ്റുകളും വീഡിയോകളൊക്കെ അദ്ദേഹം ഇങ്ങനെ ചെയ്യാറുണ്ട്, സംഭാഷണമൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പൊ എന്തായാലും കറക്കമൊന്നുമില്ല, നാട്ടിൽ തന്നെ നിൽക്കുകയാണെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പൊ ഇനി എനിക്ക് തിരിച്ച് വളരെ സ്നേഹത്തോടെ ചോദിക്കാനുള്ളത്, സുഹൃത്തെ, നിങ്ങൾക്ക് ഇനി എന്താണ് ഇനി ഭൂമിയിൽ ദൈവം ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഒന്നില്ല എന്ന് പറയുമ്പോൾ അത് ഉണ്ടെന്ന് പറയാനും നമ്മൾ ബാധ്യസ്ഥരാണല്ലോ. അപ്പൊ എന്താണ് ഇനി ഭൂമിയിൽ ചെയ്യേണ്ടത്, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി സ്വർഗത്തിൽ ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള കാര്യം അവിടെ ചെല്ലുമ്പോഴേ അറിയാനോ സ്വർഗം നരകത്തിലേക്ക്. അതിന് സമയമുണ്ട്, ഇനി എന്തായാലും പേടിക്കേണ്ട, എന്തായാലും അത് പോയേ പറ്റൂ. കാരണം പരിശുദ്ധ ഖുർആൻ തന്നെ പടച്ചോന്റെ സൃഷ്ടാവ് തന്നെ പറയുന്നുണ്ട്, ഉൽ നഫ്സും ദായിഖത്തുൽ മൗത്ത്, മരണത്തെ രുചിച്ചറിയാത്ത ഒരു ജീവനും ഒരു ശരീരം ഉണ്ടാകില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അവസരം വരും, നിങ്ങൾക്ക് പോവുകയും ചെയ്യാം, അവിടെ കാണുകയും ചെയ്യാം, അന്നേരം ബോധ്യമായിക്കോളും. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറാനും തിരിയാനും ഒന്നും പറ്റില്ല. എന്താണോ പ്രവർത്തിച്ച് വെച്ചാൽ അതിന്റെ അനുഭവങ്ങളേ ഉള്ളൂ. അപ്പൊ ഇനി മറ്റൊരു വിഷയം, അത് വേറൊരു വിഷയമായിട്ട് പറയാം. ഇനി അടുത്ത വിഷയം എന്ന് വെച്ചാൽ, നിങ്ങൾ ഒരുപാട് രാജ്യത്ത് കറങ്ങിയാണ്. അപ്പൊ ഒരു രാജ്യത്തിന്റെ സംസ്കാരമല്ല അടുത്ത രാജ്യത്ത്, ഭക്ഷണമല്ല, വസ്ത്രമല്ല, മനുഷ്യരുടെ രൂപമല്ല, അവരുടെ എല്ലാ വ്യത്യസ്തമായിട്ടുള്ള രീതികളാണ്. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നൊന്ന് ചോദിക്കുകയാണ് തിരിച്ച്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? അതുപോലെ തന്നെ തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ, 3 നേരം നിങ്ങളെ ശരീരത്തിന് പോഷകമായിട്ടുള്ള എല്ലാ വിഭവങ്ങളും, ഭക്ഷണം, മനുഷ്യന് ശരീരത്തിന് വിറ്റാമിനുകളും ഊർജങ്ങളും പോഷകങ്ങളും എല്ലാം നൽകുന്ന ഭക്ഷണങ്ങൾ പലതും ഉണ്ട്. അരി, ഗോതമ്പ്, വെളിച്ചെണ്ണ, തേങ്ങ, ചക്ക, മാങ്ങ, അതുപോലെ ഫ്രൂട്ട്സ് ഐറ്റം, പേരറിയാത്ത ഇഷ്ടം പോലെ പറഞ്ഞു തീർക്കാൻ വയ്യാത്ത കണക്കുള്ള ഫ്രൂട്ട്സ് ഐറ്റവും ധാന്യ ഐറ്റങ്ങളും, അങ്ങനെ ഇതെല്ലാം ഇഷ്ടം പോലെ ഉണ്ട്, കിഴങ്ങ് വർഗ്ഗങ്ങളും ഒക്കെ. ഇതൊക്കെ സത്യത്തിൽ എങ്ങനെ ഉണ്ടായി? നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ്? അത് എങ്ങനെ, എവിടുന്ന് വന്ന് ഈ മെറ്റീരിയൽ മൊത്തം? ഇത് പിന്നെ മനുഷ്യരെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കണക്ക് വല്ല ശാസ്ത്രജ്ഞന്മാരും ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തതാണോ? അല്ലെങ്കിൽ അത് എങ്ങനെ ഉണ്ടായെന്ന് പറയാമല്ലോ. മനുഷ്യന് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട്, ഒരുപാട് ഭക്ഷണങ്ങളുണ്ട്. ഇതെങ്ങനെ ഉണ്ടായി? പിന്നെ ആട്, മാട്, പോത്ത്, ഇതിനൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ മൂലകങ്ങളും അതിൽ അടങ്ങിയിട്ടുമുണ്ട്. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചെന്നൊന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. പിന്നെ അടുത്തതായിട്ട് നിങ്ങളെ ശരീരത്തിലേക്ക് തന്നെ നോക്കുക. ഒരു മനുഷ്യൻ ജനിച്ച് ജീവിക്കുമ്പോൾ അവന് ഒരു 6 ഓർഗണുകളും അതിന്റെ ബോഡി ഒരു 6 ഉണ്ട് മെയിനായിട്ട് പറയാൻ. അപ്പൊ ഇതിന്റെ ഓരോന്നിന്റെ പ്രവർത്തനങ്ങളും അതിനും ഉപരിയായിട്ട് ഇതിനെയൊക്കെ പ്രവർത്തിപ്പിക്കുന്ന ഒരു വലിയൊരു മോട്ടറുണ്ട്. അതിന്റെ പേര് നമ്മൾ പറയുന്നത് ജീവൻ എന്ന് പറയും, അല്ലെങ്കിൽ ആത്മാവെന്ന് പറയും, റൂഹെന്ന് പറയും. അപ്പൊ ഇതുണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം പ്രവർത്തിക്കുകയുള്ളൂ. അപ്പൊ ഇത് എവിടുന്ന് വരുന്ന, എങ്ങോട്ട് പോകുന്നു, ഇതിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതിനെ ആരെങ്കിലും ഒന്ന് പിടിച്ചു നിർത്താൻ നോക്കുമോ? അപ്പൊ ഒരാൾക്കൊരു കിഡ്നി പോയി കഴിഞ്ഞാൽ ഡയാലിസിസ്, 2 കിഡ്നിയും പോയാലും ഡയാലിസിസ് വഴി അദ്ദേഹത്തിന് കുറെ നാൾ ജീവിക്കാൻ കഴിയും. ഇനി ഇതൊക്കെ കരട് പോയാൽ തന്നെ, അതുപോലെ തന്നെ മറ്റുള്ള ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ തന്നെ ഇതൊക്കെ നമുക്ക് പരിഹരിച്ച് കുറെ നാൾ ജീവിക്കാൻ കഴിയും. പക്ഷെ ഇതിനെയൊക്കെ വർക്ക് ചെയ്യിക്കുന്ന ഈ ആത്മാവ് അഥവാ റൂഹ് എന്ന് പറഞ്ഞ ഒരു സംഗതിയുണ്ട്. അപ്പൊ ഇത് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം സ്റ്റോപ്പ് ആവുക. ഇത് പോയാൽ കംപ്ലീറ്റ് സ്റ്റോപ്പായി. ഇത് എവിടുന്ന് വരുന്ന, എങ്ങോട്ട് പോകുന്നു, ഇതിന് മറുപടി ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. പിന്നെ അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് തിരിച്ചങ്ങോട്ട് ചോദിക്കാനുള്ളത്, ദൈവം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ പിന്നെ എങ്ങനെ ഉണ്ടായി എന്ന് നിങ്ങൾ പറയുക. ശരി, ദൈവം ഇല്ല എന്നുള്ളതിന്റെ തെളിവ് എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത്? ഇപ്പം വിശ്വാസികളെ നിങ്ങൾ പറഞ്ഞ മതത്തിന്റെ മണ്ടന്മാരെ ഒരുപാട് തെളിവുകളുണ്ട്. അത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ തരാൻ ബാധ്യസ്ഥതയാണ്, യാതൊരു സംശയമില്ല. പരിശുദ്ധ ഖുർആൻ തന്നെ അതിന് തെളിവാണ്. അത് എടുത്തു വെച്ച് അതിന്റെ പരിഭാഷയും തഫ്സീറുകളൊക്കെ കിട്ടും, അതിന്റെ ഒരുപാട് ഫുൾ വിശദീകരണങ്ങൾ കിട്ടും. അപ്പൊ അതൊക്കെ എടുത്തു വെച്ചൊന്ന് വായിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ബോധ്യമാവും. ബോധ്യം വെച്ചാൽ നിഷേധിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകും, അത് യാതൊരു സംശയമില്ല. അങ്ങനെയാണല്ലോ ഇതിന്റെ വളർച്ച തന്നെ. ഓരോരുത്തരും അതിങ്ങനെ പഠിച്ചാണ് ഇനി ഇപ്പൊ ഈ കാര്യങ്ങൾ ഇങ്ങനെ നീങ്ങുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ കുറച്ച് നാളുകൊണ്ട് സന്തോഷ് കുളങ്ങര ഇങ്ങനെ ഈ ഇസ്ലാമിന്റെ നേരെയും മുസ്ലിങ്ങളെ നേരെ വാളെടുത്ത് നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ചോദ്യം, ഈ BJP-യുടെ സ്ഥാനാർത്ഥിയാവാനുള്ള വല്ല ആഗ്രഹം ഉണ്ടോ മനസ്സിൽ? അങ്ങനെയുള്ളവരാണ് ഈ ആദ്യം തന്നെ അവരെടുക്കുന്ന ആയുധം. ഇപ്പൊ മനസ്സിനകത്ത് BJP-യിൽ ചേർന്നാൽ കൊള്ളാം, അവിടെ ഒരു അംഗത്വം കിട്ടിയാൽ കൊള്ളാം, ഒരു സ്ഥാനാർത്ഥി ആയാൽ കൊള്ളാം എന്നൊക്കെ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ അപ്പോഴേ ചെയ്യുന്ന ഒരു പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ആദ്യം തന്നെ തുടക്കം മുസ്ലിങ്ങളെ തെറി പറയുക, മതത്തെ കുറ്റം പറയുക ഒക്കെയാണ്. അപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ ഈ ദൈവം എന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്
മതത്തിന്റെ മണ്ടന്മാരായിക്കോട്ടെ, ശരി, ഒരുപാട് മതങ്ങൾ ഇവിടെ കൊടികുത്തി വാഴുന്നല്ലോ. അപ്പൊ ഇത് ഏതാ ഉദ്ദേശിച്ചതെന്നും അറിയത്തില്ല. നിങ്ങളെ പ്രഭാഷണത്തിലും അല്ലെങ്കിൽ വീഡിയോയിലൊക്കെ തോന്നുന്നത് ഇസ്ലാമിന്റെ നേരെയുള്ള ആയുധങ്ങളാണ്. അപ്പൊ ഏതായാലും നിങ്ങൾക്കൊരു ക്വാളിറ്റി ഉണ്ട്. കാരണം ഈ അവസാനം BJP ചെന്നപ്പോ ഒരുപാട് പേര് ഇങ്ങനെ ഉണ്ട്, യുക്തിവാദികൾ എന്ന പേരിൽ പറഞ്ഞ ഒരുപാട് പേര് പറയുന്നില്ല. അവരെയൊക്കെ പണി തന്നെ, എല്ലാവർക്കും ഒരേ ഒരു ടാർഗറ്റാണ്, ഒരേ ലക്ഷ്യം ഒന്നാണ്. അപ്പൊ പലരും അങ്ങനെ ഇലക്ഷനൊക്കെ നിന്ന് രണ്ടിലെ പൊട്ടി മാറിയിട്ടുകൊണ്ട് ഇപ്പൊ പലരും നിൽക്കുന്നുമുണ്ട്. എന്തായാലും നിങ്ങൾക്ക് അതിലേക്കുള്ള ഒരു ടിക്കറ്റ് ഉറപ്പാണ്. കാര്യം നിങ്ങൾക്ക് അതിനുള്ള ക്വാളിറ്റി ഉണ്ട് അതിൽ കയറാനുള്ള. അപ്പൊ ഈ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും കരിവാരി എറിയുന്നവർക്ക് മാത്രമേ അതിനകത്ത് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് അതിനകത്ത് എത്തിച്ചേരാൻ പറ്റും. ഇനി ഒന്ന് ചിന്തിക്കുക, ഇരുമ്പുണ്ട്, സ്വർണ്ണമുണ്ട്, വെള്ളിയുണ്ട്, അയണുണ്ട്, നാഗമുണ്ട്, അങ്ങനെ പല ലോഹങ്ങളുണ്ട്. ഇതൊക്കെ എവിടുന്നാ കിട്ടുന്നത്? സ്വർണം ഭൂമിയുടെ അടിയിൽ നിന്ന്, ഇരുമ്പ് കിട്ടുന്നു, അയൺ കിട്ടുന്നുണ്ട്, കോപ്പർ കിട്ടുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ, ആരുണ്ടാക്കി വെച്ചത് അവിടെ? ഇത് മുഴുവനും ഉണ്ടാക്കി വെച്ചത് ആരാണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ശാസ്ത്രം ഉണ്ടാക്കി വെച്ചതാണ്? അല്ല, ഇതൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ ശാസ്ത്രം പഠിച്ചു. ഇരുമ്പിനെടുത്ത് എന്തുണ്ടാക്കണമെന്ന് ശാസ്ത്രീയമായിട്ട് മനുഷ്യർ മനസ്സിലാക്കി. അതാണ് അത് ചെയ്യുന്നുണ്ട്. സ്വർണ്ണത്തെ എടുത്ത് എന്തൊക്കെ ചെയ്യേണ്ട, വിലപിടിപ്പ് എങ്ങനെയാണെന്ന് അത് മനുഷ്യർ മനസ്സിലാക്കി അത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ കർണാടകയില് എന്നൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാം, ഈ മാർബിളൊക്കെ ഭൂമിയുടെ അടിയിൽ നിന്ന് ഇങ്ങനെ പാളിയായിട്ട് വെട്ടിയെടുക്കുകയാണ്. അതിനെ പോളിഷ് ചെയ്യുമ്പോൾ നല്ല മനുഷ്യൻ വിസ്മയിച്ചു പോകുന്ന അതിശയോക്തിയുള്ള കാര്യങ്ങളാണ് അതിന്റെ ഓരോ ഡിസൈനുകളും. ഇതൊക്കെ ആരുണ്ടാക്കി വെച്ച്? കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു പേന പോലും അതിനൊരു കർത്താവില്ലാതെ ഇവിടെ ഉണ്ടാകുന്നില്ല എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? ഉണ്ടാകുന്നെന്ന് ഒരു പേന, ഒരു പെൻസില്, ഏറ്റവും കുറഞ്ഞ ഒരു സൂചി, ഇതുപോലും ഒരു തീപ്പെട്ടിക്കോല്, ഇതുപോലും അതിന്റെ പിന്നിൽ ഒരു കർത്താവില്ലാതെ, അതിന്റെ പിന്നിൽ ഡിസൈനർ ഇല്ലാതെ ഒരു സാധനം ഉണ്ടാകുന്നില്ല. അപ്പൊ ഈ കാണുന്നത് മൊത്തവും എങ്ങനെ ഉണ്ടായി എന്ന് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? ഭൂമിയുടെ അടിയിൽ നിന്ന് ക്രൂഡ് ഓയിലായി ഇങ്ങനെ ഇഷ്ടം പോലെ സമ്പത്ത് ഉണ്ടാക്കുന്നത്, ഇതൊക്കെ എങ്ങനെ ഉണ്ടാകുന്നത്? ഇത് ഏത് ശാസ്ത്രം ഉണ്ടാക്കി വെച്ചത്? അപ്പൊ ഈ ഭൂമിയിലുള്ള ഇത്രയൊക്കെ പോരെ നിങ്ങൾക്ക്? ഇനി എന്താ വേറെ വേണ്ടത്? ഇനി സ്വർഗത്തെ അവിടെ ചെന്നിട്ട് സംസാരിച്ചാൽ പോരെ? അത് കണ്ടോളൂ, നേരെ കണ്ടു തന്നെ അനുഭവിച്ച് പഠിച്ചോളൂ. അതിന് യാതൊരു സംശയമില്ല, നമുക്കൊരു സംശയമില്ല. ഇനി മറ്റുള്ള കാര്യമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്താണെന്നുള്ളത് സമൂഹത്തോട് പറയും. ഇങ്ങനെ എന്താണ് കാര്യം, ദൈവം ഇല്ല എന്നുള്ളതിന്റെ തെളിവ് ഇതാണ്, ഇന്നതാണ് നിങ്ങൾ പറയുക. അപ്പൊ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. എന്തായാലും ഞാനും നിങ്ങളൊക്കെ ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. ഞാൻ മുസ്ലിം തന്നെയാണ്, ഒരു വിശ്വാസിയാണ്. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറ. ഓക്കെ.